ചേട്ടാ, ഈ ഈ കാര്യത്തെ പറ്റി നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇപ്പൊ OTT-ല് സഹിചേട്ടന്റെ പ്രസൻസ് ഉള്ള പടങ്ങള്, OTT മാത്രമായിട്ട് റിലീസ് ചെയ്ത പടങ്ങള്, സീരീസ് ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഭൂതകാലം, ജയ് മഹീന്ദ്ര സീരീസ്, ഭരതനാട്യം നമുക്കറിയാം, അന്താക്ഷരി. സോ എപ്പോഴെങ്കിലും ഇപ്പൊ ഈ പങ്കജ് ത്രിപാഠിക്കൊക്കെ ഓപ്പൺ ആയ ഒരു സ്പേസ്, നവാസുദ്ദീൻ സിദ്ദിഖിക്കൊക്കെ ഓപ്പൺ ആയ ഒരു സ്പേസ്, അങ്ങനെ ഒരു കാര്യം ഡ്രീം ചെയ്യുന്നുണ്ടോ? OTT സൂപ്പർ സ്റ്റാറിലേക്ക് അങ്ങനെ സൂപ്പർ സ്റ്റാർ അല്ല, OTT പെർഫോമർ സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റില്ല. അതെ, അല്ല അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പിന്നെ ജോലി ഉണ്ടാകുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അത് വെബ് സീരീസ് ആയാലും അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ ഡയറക്റ്റ് വരുന്ന സിനിമ ആയാലും അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിക്കൽ റിലീസ് ആയാലും ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വിഷ്ണു, ഈ എനിക്ക് അങ്ങനത്തെ ഒരു ഗോളൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ആണെങ്കിൽ എനിക്ക് ഇവിടെ എത്തണം, അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ. ചാൻസ് ചോദിക്കാറുണ്ട്. ചാൻസ് ചോദിക്കുന്നത് ഇത് കഴിഞ്ഞാൽ അടുത്തൊരു പടത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ആ പടം കാരണം എനിക്ക് ഇവിടെ എത്താൻ പറ്റും എന്നുള്ളൊരു ഗോളില്ല എനിക്ക്. പക്ഷെ അടുത്തൊരു ജോലി കിട്ടുക എന്നുള്ളതാണ്. അത് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഡെഫിനറ്റ്ലി വെബ് സീരീസ് ഒരു നല്ല ഓപ്പണിംഗ് ആണ് ആക്ടേഴ്സിനെ സംബന്ധിച്ച്. ഒരുപാട് പേർക്ക് വീണ്ടും സിനിമ അല്ലാണ്ട് വേറൊരു ജോലി കിട്ടുന്നുണ്ട്. അതും സിനിമയുടെ അത്ര, എനിക്ക് തോന്നുന്നു സിനിമയെക്കാളും വലിയ ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഇത് ചെയ്യുന്നത്, വലിയ ബഡ്ജറ്റിലാണ് ചെയ്യുന്നത്. അതെ അതെ, പേ സ്കെയിലും വലുതാണ്. എനിക്ക് തോന്നുന്നത് ജയ മഹേന്ദ്രനൊക്കെ ഇപ്പൊ ഞാൻ ലീഡ് ചെയ്യുന്ന ഒരു പടത്തിന്റെ ബഡ്ജറ്റിനേക്കാളും 2 മടങ്ങ് കൂടുതൽ ബഡ്ജറ്റാണ് അതിന്. സോ അപ്പം അത് അത്രയും ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇപ്പം അഭിനയിക്കുന്നത് ഇതിപ്പം വെബ് സീരീസ് ആയതുകൊണ്ട് അങ്ങനെയാണ് അഭിനയിക്കുന്നത്, അങ്ങനെയല്ലല്ലോ. നമ്മൾ സിനിമ പോലെ തന്നെ അഭിനയിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്കൊരു ഫീൽ ഗുഡ് ആണ് അത്രയും വലിയൊരു ബഡ്ജറ്റിൽ സിനിമ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ഇപ്പം ഇതിനകത്ത് ചൈൽഡ്ഹുഡ് പോർഷൻസ് വരുന്നുണ്ടല്ലോ, ഭയങ്കര ഇൻസ്ട്രുമെന്റൽ ആണെന്ന് വിചാരിക്കുന്നത് ഞാൻ. ആ പോർഷൻസ് ഒക്കെ ഭയങ്കര പ്രധാനപ്പെട്ട. അപ്പൊ കേരളത്ത് ചെയ്യുമ്പോഴൊക്കെയും ഒരു നാട് അല്ലെങ്കിൽ കേരളം അതിന് സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാവുന്ന ഒരു ക്യാരക്ടറിന് ഒരു ചെറുപ്പുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ മയൂഖത്തിലൊക്കെ ഉണ്ടല്ലോ, അയാളുടെ ചെറുപ്പം കേരളത്തിന് സംസ്കാരമായിട്ട് ഡീപ്പ് റൂട്ടഡാ. സജിചേട്ടന്റെ പ്രധാനപ്പെട്ട ചെറുപ്പക്കാരൻ ഫുൾ ഇരിക്കുന്നത് നാഗ്പൂരില. സോ ഇത് ഇപ്പോഴും ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഇമാജിനേഷനിൽ കിട്ടുന്നുണ്ടോ ഈ സാധനങ്ങളൊക്കെ? ഇപ്പൊ മലപ്പുറത്ത് ഉള്ള ഒരു അഭിലാഷ് എന്തൊക്കെയായിരിക്കും ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടാവുക, അയാളുടെ കൂട്ടുകാർ മദ്രസയിൽ പോയിട്ടുണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരിക്കലും നാഗ്പൂരിൽ ജീവിച്ച സൈജു കുറുപ്പിന് പറ്റില്ലല്ലോ. അല്ല, ഇപ്പം ഇത് നമ്മള് ഇസ്ലാം റിലിജനെ പറ്റിയാ പറയുന്നത്, മദ്രസയിൽ പോകുന്നതൊക്കെ. അപ്പൊ ഞാൻ അവിടെ ഉള്ളപ്പോൾ അവിടെയും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, മുസ്ലിംസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അവര് മദ്രസയിൽ പോകാറുണ്ടായിരുന്നു, മസ്ജിദിൽ പോകാറുണ്ടായിരുന്നു. ഞാൻ ഇൻഫാക്ട് ദർഗയിൽ പോകുമായിരുന്നു. ഇപ്പൊ മസ്ജിദിൽ ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല, ദർഗയിൽ പക്ഷെ ആർക്കും പോകാവുന്നതാണ്. ഞാൻ ദർഗയിൽ പോകാറുണ്ടായിരുന്നു, ഗുരുദ്വാരയിൽ പോകാറുണ്ടായിരുന്നു, ഞാൻ ക്രിസ്ത്യൻ പള്ളികളിൽ പോകാറുണ്ടായിരുന്നു. അങ്ങനെ എന്താണ്, റിലിജൻ കാരണം അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ വീട്ടുകാർ എവിടെയും വിടും. നമുക്ക് എല്ലാ റിലിജനിൽ നിന്നുള്ള ഫ്രണ്ട്സും ഉണ്ട്. അതൊരു പ്രോബ്ലം ആയിരുന്നില്ല. പിന്നെ ബാല്യകാലം ഇപ്പം നമ്മുടെ ഈ ഡ്രസ്സുകൾ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ഇനിയിപ്പോ ചേഞ്ചസ് ഉണ്ടെങ്കിൽ തന്നെ ബാക്കി ഇപ്പം നാഗ്പൂരിലായാലും ഇവിടെ ആയാലും ബാല്യകാലമാണ്. പിന്നെ നമ്മള് എൻഗേജ് ചെയ്യുന്ന ഇപ്പം ഒരു സ്പോർട്സ്, കേരളത്തിലാകുമ്പോ ഇപ്പൊ ഞാൻ മലപ്പുറത്തായിരുന്നു എന്റെ ബാല്യകാലം ആയിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ ഫുട്ബോൾ കളിച്ചേനെ. പിന്നെ നാഗ്പൂരിലായിരുന്ന കാരണം ഞാൻ കൂടുതൽ ക്രിക്കറ്റ് കളിച്ചിരിക്കുന്നു. പക്ഷേ സിനിമാറ്റിക് ഇൻഫ്ലുവൻസ് ഒക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് മോഹൻലാൽ, മമ്മൂട്ടി, നാഗ്പൂരിലെ മിക്കുന്നത് അമിതാഭ് ബച്ചൻ, ധർമ്മേന്ദ്ര, അങ്ങനെ ആയിരിക്കില്ല. എനിക്ക് രണ്ടും ഉണ്ടായിരുന്നു. മലയാള സിനിമയും കാണുമായിരുന്നു. അതായിരുന്നു നമുക്കുണ്ടായിരുന്നു. വെച്ചാൽ ഹിന്ദിക്കാർക്ക് മലയാള സിനിമ മനസ്സിലാവൂല, അന്ന് സബ് ടൈറ്റിൽസ് ഒന്നും ഇല്ല. ഈ VCR ഇത് കാണുമ്പോഴത്തേക്കും സബ് ടൈറ്റിൽസ് ഇല്ല. അപ്പം നമുക്ക് രണ്ടും എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം അപ്പർ ഹാൻഡ് ഞങ്ങൾക്കായിരുന്നു. അതിൽ ഹിന്ദി മനസ്സിലാവും, മലയാളവും മനസ്സിലാവും. നിങ്ങളുടെയൊക്കെ രണ്ടുപേരുടെയും ഫേസ്ബുക്ക് പ്രൊഫൈലുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചാലൊക്കെ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമുള്ള രണ്ടാളുകളായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ചൈൽഡ്ഹുഡിൽ ക്രിക്കറ്റ് നമ്മൾ ഫോളോ ചെയ്യില്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ. ഇപ്പൊ നോക്കുമ്പോൾ അന്ന് നമ്മൾ ഫോളോ ചെയ്ത് വന്നിരുന്നത് ടീമുകൾ ഇങ്ങനെ, ടീമിലത്തെ അംഗങ്ങൾ ഇങ്ങനെ കുറഞ്ഞു. ഇപ്പൊ നോക്കുമ്പോൾ ശരിക്കും രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും വിരാട് കോഹ്ലി മാത്രമേ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് 90s കിഡ്സിന്റെ ഫോളോയിങ്ങിലുള്ളേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇപ്പൊ പുതിയ ആളുകളാണ്. സഞ്ജു സാംസൺ. ഒരു ഡിസോസിയേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? പക്ഷെ എന്തായിരിക്കും ഇനി അവരും കൂടി പോയി കഴിഞ്ഞാൽ ക്രിക്കറ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാ, അങ്ങനെ തോന്നില്ല? ആ ഫീലിംഗ് ഇത് ടെണ്ടുൽക്കർ 2015 ടെണ്ടുൽക്കർ ഇല്ലാത്തൊരു ക്രിക്കറ്റ് എനിക്ക് ആലോചിക്കാനേ പറ്റില്ലായിരുന്നു. ടെണ്ടുൽക്കർ ഫസ്റ്റ് ഓവറിൽ ഔട്ട് ആയിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു
ടെണ്ടുൽക്കർ ഔട്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ടെണ്ടുൽക്കർ അത്രയും പ്രിയപ്പെട്ടവനാണ് നമുക്ക്. ഇതേപോലെ ഷാറുഖ് ഖാന്റെ പടം വരുമ്പോഴത്തേക്ക് ഇത് ഹിറ്റാണെന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രാർത്ഥിച്ച അതിനകത്ത് ഒരാൾ ഞാനാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് രതീഷ് ഞങ്ങൾ ഭയങ്കര ഷാറുഖ് ഖാൻ ഫാൻസാണ്. ഞങ്ങൾ പറയായിരുന്നു ഷാറുഖ് ഖാനൊക്കെ വലിയ സ്റ്റാർ ആയി നമ്മുടെ കൂടെ പ്രാർത്ഥനകാരനാണ്. അത്രയ്ക്കും ചങ്കാണ് നമുക്ക്. അപ്പൊ ടെണ്ടുൽക്കർ ഔട്ടാകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ അത് അജയ് ജഡേജ വന്നപ്പോഴത്തേക്കും അജയ് ജഡേജ നല്ലപോലെ കളിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമായി. പിന്നെ എന്തോ പുള്ളിക്ക് ഒരു കേരളമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അമ്മ എന്തോ മലയാളിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആളാണ്, മലയാളിയും കൂടെ അല്ലേ. അപ്പൊ ആ ഒരു സ്നേഹം കുറച്ചുകൂടെ കൂടി. ആസ് എ ക്രിക്കറ്റർ മാത്രമല്ല, പകുതി മലയാളിയും കൂടെയാണല്ലോ. പിന്നെ സേവാഗ് ഇതേപോലെ ഫസ്റ്റ് ബോളിൽ 4 അടിക്കാൻ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമില്ലേ, അത് ഭയങ്കരമാണ്. സേവാഗ് എന്താ പ്ലെയർ, എന്റെ ദൈവമേ. അയാളുടെ ബാറ്റ് സ്പീഡ്, എന്ത് ബാറ്റ് സ്പീഡാണ്, അൺഇമാജിനബിൾ ആണ്. ബോള് എറിയുന്നത് കാണാം, പിന്നെ നേരെ ബൗണ്ടറിയിലാണ് ബോള്. സൂപ്പറാണ്. പക്ഷെ സേവാഗൊക്കെ വന്നപ്പോഴത്തേക്കും ഈ കരച്ചിലൊക്കെ മാറി എൻ്റെ. ഇത് ഞാൻ ടെണ്ടുൽക്കറിന്റെ സമയത്തുള്ള ഞാൻ പറയാം. ടെണ്ടുൽക്കർ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മെച്ചൂർഡ് ആയല്ലോ. അതായത് ടീനേജർ കഴിഞ്ഞിട്ട് നമ്മള് 20s എത്തി. സേവാഗ് എനിക്ക് തോന്നുന്നു എന്നെക്കാളും ഒരു വയസ്സിന് എന്തോ മൂത്ത ആളാണ്. അപ്പം സേവാഗ് വന്നത് തന്നെ എനിക്ക് തോന്നുന്നു 20s അല്ലേ. അപ്പോൾ നമ്മുടെ കരയേണ്ട, പക്ഷെ ഭയങ്കര വിഷമമാണ്. ഇമോഷൻ ഉണ്ട്, ഭയങ്കര ഇമോഷൻ. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുമ്പോൾ ഒരു സാധനമുണ്ട്. യെസ്, ക്രിക്കറ്റ് ഭയങ്കര ഇമോഷനാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. ക്രിക്കറ്റ് ഏതൊക്കെ പന്ത് വെച്ച് കളിക്കാൻ പറ്റും ആ എല്ലാ പന്തും വെച്ച് ഞാൻ കളിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോൾ തൊട്ട് മറ്റേ ഓലപ്പന്തുണ്ടാക്കുമായിരുന്നു, അത് വെച്ച് കളിച്ചിട്ടുണ്ട് ഞാനിവിടെ. മടൽ വെച്ച് ബാറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് എഴുതിയിട്ടില്ല. ടെണ്ടുൽക്കറിന്റെ ബാറ്റ് എന്നുള്ളൊരു ഫീൽ കിട്ടും. ഈ ചൈൽഡ്ഹുഡില് ക്രിക്കറ്റ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് നമ്മളെ ആ ഒരു സമയത്ത് ഞാൻ 90s കിഡാ. അപ്പൊ എനിക്കൊന്ന് ആ ഒരു സമയത്തൊക്കെ എല്ലാവരും സ്കൂളിലാണെങ്കിലും നമ്മൾ ചുറ്റുമുള്ള എല്ലാവരും എന്തായാലും ക്രിക്കറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നത് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് കുറച്ച് ഡിറ്റാച്ച്ഡ് ആയി. പക്ഷെ എനിക്കൊന്ന് വീണ്ടും ഇപ്പോഴാണ് വീണ്ടും കാണുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ നമുക്കിപ്പം സച്ചിൻ ആയാലും സേവാഗ് ആയാലും ദ്രാവിഡ് ജഡേജ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ഇമോഷൻ എന്തായാലും എനിക്ക് തോന്നുന്നു അത്രയും ഒരു അറ്റാച്ച്മെന്റ് ഇപ്പൊ ഇല്ല. പക്ഷെ ഞാൻ ഇപ്പോഴും കാണാറുണ്ട്, ഞാൻ ക്രിക്കറ്റും കാണാറുണ്ട്. ഞാൻ ഫുട്ബോളും ഒരുപാട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഇന്ത്യൻ ഫുട്ബോളോ കൂടുതലും ഫോളോ ചെയ്തിട്ടുള്ള ഞാൻ കാണും. എനിക്കിപ്പം പ്രത്യേകിച്ച് ഇപ്പൊ ഒരു പ്ലെയറോ അല്ലെങ്കിൽ ഒരു ടീം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഒരു ഫാൻ എന്നുള്ളത് ഇല്ല. പക്ഷെ എനിക്കിഷ്ടമാണ്, എനിക്ക് ആ സ്പോർട്സ് കാണാൻ ഇഷ്ടമാണ്. എല്ലാം കാണും, ഞാൻ ബാഡ്മിന്റൺ എല്ലാം കാണും. ഈ ചാമ്പ്യൻസ് ട്രോഫി എടുത്തപ്പോ എന്ത് തോന്നി? ഞാൻ പറഞ്ഞു ചാമ്പ്യൻസ് ട്രോഫി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ആർഡന്റ് ഫോളോവർ അല്ല ഞാൻ ആക്ച്വലി. പക്ഷെ കാണുന്ന സമയത്ത് എനിക്ക് അറിയാം ഇങ്ങനെ ഞാൻ കൂടുതലും എനിക്കൊന്ന് ഇന്ത്യൻ ഫുട്ബോളോ അല്ലെങ്കിൽ അതാണ് കണ്ടിട്ടുള്ളത്, ഫോളോ ചെയ്തിട്ടോ കണ്ടിട്ടുള്ളതോ. ഇനിയിപ്പം ISL എനിക്ക് തോന്നുന്നു ISL ഇപ്പൊ അങ്ങനെ കാണാറില്ല. ISL IPL ഒക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഫുട്ബോളാണ് ഞാൻ കൂടുതൽ ഫുട്ബോളാണ് കളിക്കല്. ബാക്കാ ഫോർവേഡാ? അങ്ങനെ ഞാൻ കണ്ടത്ത് കളിക്കുമ്പോ ഞാൻ തന്നെ ഗോളിക്കും, ഞാൻ തന്നെ അവിടെ പോയി റണ്ണിങ് ഗോളിയാ.